തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ അയ്യപ്പ പാരഡിയെ ചൊല്ലി വിവാദം കനക്കുന്നു. പാരഡി ഗാനം വിശ്വാസത്തെ ഹനിക്കുന്നതാണെങ്കിൽ നടപടി വേണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇടത് നേതാക്കളുടെ പ്രതികരണത്തെ പരിഹസിച്ച് UDF രംഗത്തെത്തി. പരാതിയിൽ പേടിയില്ലെന്നും അശ്ലീലമൊന്നും എഴുതിയിട്ടില്ല എന്നും ഗാനരചയിതാവ് GP കുഞ്ഞബ്ദുള്ള ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അയ്യപ്പ ഭക്തിഗാനത്തെ വികലമാക്കിയെന്ന പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. UDFും BJPയും ഒരുപോലെ ഉപയോഗിച്ച അയ്യപ്പ പാരഡി ഗാനം ഭക്തരുടെ മനസ്സിനെ വേദനിപ്പിച്ചെന്നും നടപടി വേണമെന്നും ചൂണ്ടിക്കാട്ടി തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല പരാതി നൽകിയതോടെയാണ് വിവാദം കനത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDFിനെ പരിഹസിക്കുന്ന ഗാനത്തിനെതിരായ പരാതിയോട് അനുകൂല നിലപാടാണ് ഇടതുമുന്നണി കൺവീനർക്ക്. വിശ്വാസത്തെ ഹനിക്കുന്നതാണെങ്കിൽ നടപടി വേണമെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളല്ലേ ഈ പാട്ട് ഉണ്ടാക്കിയത്, അവരാലോചിക്കട്ടെ. അതിന്റെ LDFിനെ അതൊന്നും പ്രതിസന്ധിയിലാക്കിയിട്ടൊന്നുമില്ല. അത് അങ്ങനെയുള്ളത് സമൂഹത്തിൽ എന്ത് പ്രതികരണമാണ് സൃഷ്ടിക്കുക എന്നുള്ളത് അവർ പരിശോധിക്കട്ടെ. ഒരു മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഞങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പാട്ടിൽ കലങ്ങിപ്പോകുന്നതല്ല ഇടതുപക്ഷമെന്ന EP ജയരാജൻ. ഞങ്ങൾ എന്തെല്ലാം കണ്ട് വളർന്നിട്ടുള്ളവരാ, എന്തെല്ലാം അനുഭവിച്ച് വളർന്നിട്ടുള്ളവരാ. എങ്ങനെയാ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളായി വളർന്നത്? എത്ര ത്യാഗപൂർണമായ ജീവിതത്തിലൂടെയാ, എന്തെല്ലാം സംഭവങ്ങളിലൂടെയാ. അതുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ടൊരു പാട്ടില്ലാത്ത കലങ്ങിപ്പോകുന്നതല്ല ഞങ്ങളെ രാഷ്ട്രീയം. ഭക്തരുടെ മനസ്സ് വ്രണപ്പെടുത്തുന്ന രീതിയിൽ പാട്ടെഴുതുന്നത് ശരിയല്ലെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. ശബരിമല അയ്യപ്പ ഭക്തന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് വരുന്ന ആളുകളെല്ലാം. ആളുകളുടെ മനസ്സിന് വ്രണമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഒരു തരത്തിലും ആർക്കും സ്വീകരിച്ചില്ല. അത് സ്വീകരിച്ചാരായാലും അത് തെറ്റാണ്. വിവാദത്തിൽ LDFിനെ പരിഹസിച്ച UDF നേതാക്കൾ രംഗത്തെത്തി. പാരഡി ഗാനം കേരളത്തിൽ പാടുന്നത് ആദ്യമായിട്ടാണോ എന്ന് VD സതീശൻ. ഈ ഒരു ഗാനം പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിന്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ്. ഇതെന്താണ്, ഇത് BJPക്കാർ ഇതിനേക്കാൾ ഭേദമുള്ള അതേപോലെയല്ലേ ചെയ്യുന്നത്? എന്താ ഇപ്പൊ ഇത്രയും നൊന്തത്? വിവാദം പരാജയത്തെ തുടർന്നുള്ള LDF വിഭ്രാന്തിയാണെന്നും തെരഞ്ഞെടുപ്പിൽ പാട്ടല്ല മോഷണമാണ് LDFിനെ ബാധിച്ചതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. കട്ടതിന് അവർക്ക് യാതൊരു പരാതിയില്ല. കട്ടു എന്ന് പറഞ്ഞാണ് പരാതി. അത് ഈ പരാജയത്തിൽ വിഭ്രാന്തി പൂണ്ടവരുടെ ജൽപ്പനങ്ങളാണ്. അതൊന്നും കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതിന്റെ അപ്പുറത്തൊന്നുമില്ല. ഈ പാട്ടല്ല ബാധിച്ചത്, മോഷണമാണ് ബാധിച്ചത്. എന്നാൽ പരാതിയിൽ പേടിയില്ലെന്നും 100 കൊല്ലം പഴക്കമുള്ള പാർട്ടിക്ക് 2 വരി പാട്ട് താങ്ങില്ലേ എന്നും പാരഡി ഗാനം എഴുതിയ GP കുഞ്ഞബ്ദുള്ള ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. 100 കൊല്ലം പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് 2 വരി പാട്ട് താങ്ങുവാനാവില്ല. അതൊന്നും വേണ്ടേ? പരാജയം കൊടുക്കട്ടെ, ആരാധിക്കൊന്നും പോയിട്ടൊന്നുമില്ല. ഏത് കോടതി പോലും കോൺഗ്രസിന്റെ വക്കീലന്മാർ റെഡിയായിട്ടുണ്ട്. അതിന് അശ്ലീലൊന്നും പറഞ്ഞിരിക്കാലോ. നമുക്ക് രാജ്യത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അത് ആരെന്തായാലും നമുക്ക് കൊന്നിപ്പോലോ. വിവാദങ്ങൾ തുടരുമ്പോൾ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. DGPക്ക് ലഭിച്ച പരാതി ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കൈമാറി. കേസെടുക്കാൻ നിയമോപദേശം ലഭിച്ചാൽ മാത്രം തുടർ നടപടിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.